ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ പാകിസ്ഥാൻ ഇപ്പോഴും എണ്ണി തീർന്നിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും പാകിസ്ഥാൻ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇതിന് തെളിവ് അന്വേഷിക്കുകയാണെന്നും മോദി പറഞ്ഞു. ഒഡീഷയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലാണ് മോദിയുടെ അവകാശവാദം. വ്യോമാക്രമണം കഴിഞ്ഞ് ഒരു മാസമായി. പാകിസ്ഥാൻ ഭീകരരുടെ മൃതദേഹങ്ങൾ തിരയുന്ന തിരക്കിലാണ് ഇപ്പോഴും. എന്നാൽ ഇവിടത്തെ ആളുകൾ ഇപ്പോഴും അതിന് തെളിവ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മോദി പരിഹസിച്ചു. ഇന്ത്യ എപ്പോൾ ഭീകരയ്ക്കെതിരെ പ്രവർത്തിച്ചാലും ശത്രുവിന്റെ വീട്ടിൽ കയറി ആക്രമിക്കും. ഈ ആളുകൾ തെളിവ് തിരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും, മോദി പറഞ്ഞു. ഇന്ത്യ ഇപ്പോൾ ബഹിരാകാശ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകം ഇപ്പോൾ ഇന്ത്യയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇന്ത്യ ഇപ്പോൾ ബഹിരാകാശത്തും കാവൽ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരിൽ അഭിമാനം കൊള്ളുകയാണ്. എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ എല്ലായ്പ്പോഴും ഇത്തരം നേട്ടങ്ങളെ കുറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയാണെന്നും മോദി ആരോപിച്ചു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെയും സൈനികരെയും ഇവർ അപമാനിക്കുകയാണ്. സൈന്യത്തെയും ശാസ്ത്രജ്ഞരെയും അപമാനിക്കുന്ന ഇത്തരം ആളുകളെ ശിക്ഷിക്കണമോ എന്ന് പറയൂ എന്ന് മോദി ജനക്കൂട്ടത്തോടായി ചോദിച്ചു. അതേസമയം 30 വർഷത്തോളം പലതും സഹിച്ച രാജ്യത്തെ ജനങ്ങൾ കഴിഞ്ഞ 5 വർഷം ശരിക്കും ആഘോഷിച്ചെന്നും ഇതാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തനിക്ക് ആത്മവിശ്വാസം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ഭാരത് TV അർണവ് ഗോസ്വാമിയുമായുള്ള അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പിൽ NDAയും BJPയും കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. മിഷൻ ശക്തിയുടെ പ്രഖ്യാപനം മുൻകൂട്ടി തീരുമാനിച്ചതല്ലെന്നും പരീക്ഷണം വിജയകരമായതിനു ശേഷമാണ് അക്കാര്യം രാജ്യത്തെ അറിയിക്കാൻ തീരുമാനിച്ചതെന്നും മോദി വ്യക്തമാക്കി. ബലാക്കോട്ട് വ്യോമാക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തന്റെ ശൈലിയാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ആർക്കും തന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനാകില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ബലാക്കോട്ട്, പുൽവാമ ആക്രമണങ്ങളിൽ വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെയും വിമർശിച്ചു. വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്നതിന് പകരം നമുക്ക് ഗ്യാസ് കണക്ഷൻ നൽകിയതിനെ സംബന്ധിച്ചും വീടുകൾ നിർമ്മിച്ചതിനെക്കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. എന്നാൽ ഞാൻ എപ്പോൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രതിപക്ഷം വിഷയം മാറ്റുകയാണ്, മോദി വിശദീകരിക്കുന്നു. കാവൽക്കാരൻ എന്നത് വാക്കുകളിൽ മാത്രമല്ലെന്നും അത് മനസ്സിലും പ്രവൃത്തിയിലും ഉൾക്കൊണ്ടാലേ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനാകൂ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കാവൽക്കാരൻ എന്നത് വാക്കുകളിൽ മാത്രമല്ലെന്നും അത് മനസ്സിലും പ്രവൃത്തിയിലും ഉൾക്കൊണ്ടാലേ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനാകൂ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കാവൽക്കാരൻ എന്ന വാക്ക് 2011-12 തിരഞ്ഞെടുപ്പിലും താൻ ഉപയോഗിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയാണ് രാജ്യത്തെ ജനാധിപത്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.